അപ്പോൾ ബജറ്റിനെ നോക്കിയാൽ ജനപ്രിയ പദ്ധതികൾ ഉണ്ട്. അധിക ഭാരം ജനങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും നികുതി പ്രഖ്യാപനങ്ങൾ ഇല്ല എന്നത് ബജറ്റിനെ ആകർഷകമാക്കുന്നുമുണ്ട്. എങ്കിലും വിമർശനങ്ങൾ ഉയരുന്നു. പല നിർണായക മേഖലകളും ബജറ്റിൽ വേണ്ടത്ര പരിഗണിക്കപ്പെട്ടില്ല എന്ന വിമർശനം ഒന്ന്. അതിൽ പ്രധാനം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ ഇല്ല എന്നതാണ്. കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്ന നിലയിൽ ധവളപത്രം അവതരിപ്പിച്ചതാണ് സർക്കാർ. ആ സർക്കാർ പുതിയ പദ്ധതികൾക്ക് പണം എങ്ങനെ കണ്ടെത്തും എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് ചർച്ചകൾക്ക് വഴി തുറക്കുന്നതാണ് പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ. വികസനത്തിനും ക്ഷേമത്തിനുമായി വൻ തുകകൾ വകയിരുത്തുമ്പോൾ ഈ പദ്ധതികൾക്കാവശ്യമായ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തും എന്നതാണ് എല്ലാവരും ഉയർത്തുന്ന പ്രധാന ചോദ്യം. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ബജറ്റ് പ്രായോഗികമായി നടപ്പിലാക്കാനാകുമോ എന്നതാണ് ആശങ്ക. ആ ആശങ്കയാണിപ്പോൾ ശക്തമായി ഉയരുന്നത്. ആദ്യ നോട്ടത്തിൽ വികസനോന്മുഖം എന്ന് തോന്നിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് വലിയ വെല്ലുവിളികൾ തന്നെ നേരിടേണ്ടി വരും. നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും ടാക്സ് ഇന്റലിജൻസ് സംവിധാനം ഒരുക്കാനുമുള്ള സർക്കാർ തീരുമാനം ഗുണം ചെയ്യുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കടക്കിണിക്ക് മേൽ പടുത്തുയർത്തിയ മോഹന വാഗ്ദാനങ്ങളുടെ ബജറ്റ് എന്നാണ് BJP ഇതിനെ വിമർശിക്കുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. എന്നാൽ ഇതെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായ പണം എങ്ങനെ കണ്ടെത്തും എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഈ ബജറ്റിലില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു.